നാടിനെ നടുക്കിയ റാന്നി ഇട്ടിയപ്പാറ ഇരട്ടക്കൊലക്കേസ് പലരും മറക്കാനിടയില്ല. വൃദ്ധ ദമ്പതികളായ ജോർജ് ജോണും ഭാര്യ കുഞ്ഞുഞ്ഞമ്മയും കൊല്ലപ്പെട്ട കേസ്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് CBIയും അന്വേഷിച്ചിട്ടും മുഖ്യപ്രതികളെ കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കേസിന്റെ അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഹൈക്കോടതി ഇടപെടലുണ്ടായിട്ടും വിചാരണ നടപടികൾ ആരംഭിച്ചിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. ഡിസംബർ 16 നാടിനെ നടുക്കിയ ഇരട്ടക്കൊലപാതകം റാന്നി ഇട്ടിയപ്പാറയിൽ നടന്നത്. വൃദ്ധ ദമ്പതികളായ ജോർജ് ജോണും ഭാര്യ കുഞ്ഞുഞ്ഞമ്മയുമാണ് കൊല്ലപ്പെട്ടത്. ജോർജ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തതെന്നായിരുന്നു ആദ്യം കേസന്വേഷിച്ച ലോക്കൽ പോലീസിന്റെ വാദം. എന്നാൽ ഒരു അപകടത്തെ തുടർന്ന് വീൽചെയറിലായിരുന്ന ജോർജിന് ഇതിന് കഴിയില്ലെന്ന് വ്യക്തമാക്കി ബന്ധുക്കൾ രംഗത്തെത്തി. തുടർന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല ഇടപെട്ടതോടെയാണ് UP സ്വദേശിയായ അതിഥി തൊഴിലാളി ഫക്രുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ UP സ്വദേശികളായ ഇല്യാസ്, സഹോദരൻ സമീർ എന്നിവരെയും പോലീസ് പിടികൂടി. എന്നാൽ പ്രതികൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരിക്കെ വ്യാജ ജാമ്യക്കാരുടെ സഹായത്തോടെ ജാമ്യം നേടി സ്ഥലം വിട്ടു. കേസ് അന്വേഷണത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. തുടർന്ന് 2017 ഡിസംബർ 17 കേസിന്റെ അന്വേഷണ ചുമതല CBIക്ക് നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. കേസ് ഏറ്റെടുത്ത CBI സംഘം ആകെ 3 തവണ കൊലപാതകം നടന്ന വീട് പരിശോധിച്ചല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കൂടാതെ കേസിലെ 3-ാം പ്രതിയെ കുറ്റപത്രത്തിൽ നിന്നും CBI ഒഴിവാക്കുകയും ചെയ്തു. 2-ാം പ്രതിയും കുറ്റക്കാരൻ അല്ലെന്ന നിലപാടിലാണ് ഇപ്പോൾ CBI സംഘം. കേസിലെ പ്രതികളെ പിടികൂടി വിചാരണ നടപടികൾ എത്രയും വേഗം തുടങ്ങണമെന്ന് 2022 മാർച്ചിൽ ഹൈക്കോടതി ഉത്തരവിട്ടെങ്കിലും ഇതിനും നടപടി ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് നീതി തേടി കൊല്ലപ്പെട്ട ദമ്പതികളുടെ മകൾ ഡോക്ടർ ജിക്കി ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കാൻ ഒരുങ്ങുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട.